സാർ, അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണകൂടം ഇപ്പം നിയന്ത്രണം ഏറ്റെടുത്തോടുകൂടി വലിയ നിയന്ത്രണങ്ങളാണ്. ഇപ്പോൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ല, ചെറിയ പെൺകുട്ടികൾ 4ാം ക്ലാസ്സിന് അപ്പുറത്തേക്ക് പഠിക്കാൻ പാടില്ല. ഇപ്പോൾ കേൾക്കുന്നത് അവിടെ ചെസ് എന്ന് പറയുന്ന ഗെയിം തന്നെ നിരോധിച്ചു എന്നാണ്. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? അതായത് ചൂതാട്ടം നിരോധിച്ച് ചൂതാട്ടത്തിൽ പെടും ചെസ്, അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അത് ശരീഅത്ത് നിയമപ്രകാരം ചൂതാട്ടം ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് സ്പോർട്സ് ഡയറക്ടറേറ്റ് ഉത്തരവിറക്കിയിരിക്കുകയാണ്, ചെസ് എന്ന് പറഞ്ഞ പരിപാടി ഇനി അഫ്ഗാനിസ്ഥാനിൽ പറ്റില്ല, അത് ചൂതാട്ടത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്പോർട്സ് ഡയറക്ടറേറ്റിലെ വക്താവ് അദൽ മാഷ്വാനി പറഞ്ഞിരിക്കുകയാണ് ഈ ചൂതാട്ടം ശരീഅത്ത് നിയമത്തിൽ ഇത് ചൂതാട്ടമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രൊപ്പഗേഷൻ ഓഫ് വെർച്യു ആൻഡ് പ്രിവെൻഷൻ ഓഫ് വൈസ് എന്ന് പറഞ്ഞിട്ടൊരു നിയമം, അതായത് നന്മ വളർത്താനും തിന്മ തളർത്താനും അതിനുള്ള നിയമം, അത് പ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. മതപരമായ ഉത്കണ്ഠകൾ ഈ ചെസ്സിനെ സംബന്ധിച്ചുണ്ട് എന്ന് വക്താവ് പറഞ്ഞു. അപ്പോൾ കാബൂളിലെ ഈ അസൂസുള്ള ഗുൽസാദ എന്ന് പറഞ്ഞൊരാളുടെ കഫേയിൽ പോയിട്ട് മാധ്യമ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കഫേയിൽ ആളുകൾ വന്നിട്ട് ചെസ്സ് കളിക്കും, അതിൻ്റെ കൂടെ ചായയൊക്കെ കുടിക്കും. ചായ കുടിക്കുന്നതിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ചിട്ടുമൊക്കെ പോവാം. അപ്പോൾ ഒരു പാസ് ടൈമോ ആയല്ലോ അവർക്ക്. അതെ. അതിൻ്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഇത് ഞാൻ നിയമം അനുസരിക്കും, പക്ഷേ ഇതിങ്ങനെയാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആ കഫേയുടെ ഉടമസ്ഥൻ പറയുന്നുണ്ട്, മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ പോലും രാജ്യാന്തര ചെസ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇതിവിടെ നിരോധിക്കുന്നത് എന്നുള്ള ചോദ്യം ഉയർത്തിയിട്ടുണ്ട്. സ്ത്രീകൾ പൊതുവെ അഫ്ഗാനിസ്ഥാനിൽ സ്പോർട്സിലില്ല. പിന്നെ നഴ്സിംഗ് തുടങ്ങിയ രംഗങ്ങളിൽ നിന്നൊക്കെ അവരെ നിരോധിച്ചതായിട്ട് ഏറ്റവും ഒടുവിൽ വന്ന ഉത്തരവ് അതായിരുന്നു. നഴ്സിംഗ് സ്കൂളുകളിൽ നിന്ന് പെട്ടെന്ന് അവരെ പുറത്താക്കി. അതിനു മുമ്പ് വസ്ത്രധാരണം അത് സംബന്ധിച്ച നിയമങ്ങളൊക്കെ വന്നിരുന്നു. ഹൈസ്കൂളിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ സ്ത്രീകൾക്ക് അവിടെ ഒരു ഈക്വാളിറ്റി ഇല്ലേ, ജെൻഡർ ഈക്വാളിറ്റി എന്ന് പറഞ്ഞൊന്നും അവിടെ ഇല്ല. അപ്പോൾ മത്സരങ്ങളിൽ നിന്ന് അവിടെ ഈ മാർഷ്യൽ ആർട്സില്ലേ, അവിടെ കളരിപ്പയറ്റ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ കായികമായ സംഭവങ്ങളൊക്കെ മത്സരങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം നിരോധിച്ചു. അത് വയലൻ്റ് ഹിംസാത്മകമാണ് ഈ കായിക ഇനങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അത് സ്പോർട്സിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇതും. അപ്പോൾ സത്യത്തിൽ ഇതിൻ്റെ ഒരു ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ പേർഷ്യയിൽ ഉണ്ടായിരുന്നതാണ് ചതുരംഗം, ചെസ്. അവിടെ നിന്നാണ് ഈ സ്പെയിനിലേക്കുമൊക്കെ ഇത് പടർന്നിരിക്കുന്നത് ചെസ്. ഇന്ത്യയിൽ നിന്നാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. ഇനി അതുകൊണ്ടുള്ള നിരോധനമാണോ എന്നറിഞ്ഞുകൂടാ, ഹിന്ദു രാജാക്കന്മാരൊക്കെ കളിച്ചിരുന്നത് കൊണ്ടാണോ എന്നറിഞ്ഞുകൂടാ. ചതുരംഗം എന്ന് പറയുന്നത് AD എന്ന് പണ്ട് പറഞ്ഞിരുന്നേ. 6ാമത്തെ സെഞ്ചുറി മുതൽ ചതുരംഗം ഉള്ളതായിട്ട് ചരിത്രത്തിൽ കാണുന്നുണ്ട്. ആദ്യം ഇതിൽ 4 അംഗം എന്നുള്ളതിലേക്കാണ് ചതുരംഗം എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സൈനിക വിഭാഗങ്ങൾ, അതാണ് ഈ ചെസ്സിൽ ഉണ്ടായിരുന്നത്. അതെന്താന്ന് വെച്ചാൽ കാലാള്, കുതിര, ആന, രഥം, ഈ 4 വെച്ചിട്ടാണ് ചതുരംഗം. അതാണ് ചതുർ അംഗം എന്ന് പറയുന്നത്. 4 സൈനിക വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന കളി എന്നുള്ളതിലേക്കാണ് കാലാള്, കുതിരപ്പട, ആന, രഥം. അപ്പോൾ പേർഷ്യയിൽ ഇസ്ലാമിക അധിനിവേശത്തിന് ശേഷം ആണ് ചതുരംഗം എത്തിയിരിക്കുന്നത്. ഷത്രഞ്ച് എന്നാണ് പറഞ്ഞിരുന്നത്. സത്യജിത്രയുടെ ഒരു സിനിമ ഉണ്ടല്ലോ, ഷത്രഞ്ച് കെ ഖിലാഡി, ചതുരംഗക്കളി എന്ന് പറയുന്നത്. അപ്പോൾ 13ാമത്തെ സെഞ്ചുറിയിൽ AD ഇറാനിൽ എത്തിയിട്ടുണ്ട് ചതുരംഗം. ചെസ്സിൽ പേർഷ്യ ഇസ്ലാമിക അധിനിവേശം പേർഷ്യ കീഴടക്കിയത് ചതുരംഗത്തിൻ്റെ ചരിത്രത്തിലൊരു നിർണായക ഘട്ടമാണ്. അതിനുശേഷം ചതുരംഗം അവിടെയൊക്കെ നന്നായിട്ട് പ്രചരിച്ചിരുന്നു. അധിനിവേശ സ്ഥലങ്ങളിൽ ചെസ് ഇസ്ലാം കൊണ്ടുപോയി. എവിടെയൊക്കെ അധിനിവേശം നടന്നോ അവിടെയൊക്കെ കൂടെ ചതുരംഗം അവർ കൊണ്ടുപോയി ചെസ്. അപ്പോൾ ഈ ഷാ ഇരിക്കുന്ന എന്തോ അതാണ് ഈ സിംഹാസനം, ത്രോൺ ആയിട്ട് ഇതിൽ വരുന്നത്. രാജ്ഞി ചെറിയ സിംഹാസനമായിട്ടും കരുതുന്നു. ഖലീഫമാരെ ഈ ചതുരംഗം പ്രചരിപ്പിച്ചിരുന്നു അറബ് രാജ്യങ്ങളിൽ. അങ്ങനെയാണ് ചരിത്രം. ഹാറൂൺ അൽ റഷീദ് പ്രധാനപ്പെട്ട
ചെസ്സിൻ്റെ പ്രചാരകനാണ് ഹാറൂൺ അൽ റഷീദ്. സദസ്സിൽ നിർബന്ധമായിരുന്നു ഈ ചതുരംഗം കളിക്കുക എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ദർബാർ, സദസ്സ് ഒക്കെ. പിന്നെ അദ്ദേഹത്തിന് ഈ കണ്ണുകെട്ടി ചതുരംഗം കളിക്കുന്നവരെ വലിയ ഇഷ്ടമായിരുന്നു. അത്രയും വൈദഗ്ധ്യം, നൈപുണ്യം അവർക്ക് കാണുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വലിയ പണക്കിഴി സമ്മാനമായിട്ട് കൊടുത്തിരുന്നു. ദരിദ്രരെ കൂടെ ഇരുത്തുമായിരുന്നു അദ്ദേഹം, ഈ ചെസ്സൊക്കെ കളിക്കാൻ അറിയാമെങ്കിൽ. അതിന് ക്വീനിങ് എന്ന കാലത്ത് പറയുമായിരുന്നു. ഈ പോണിനെ രാജ്ഞിയാക്കുന്ന പരിപാടി ഉണ്ടല്ലോ, കാലാളിനെ രാജ്ഞി ആക്കുന്ന, അതാണ് ഈ ദരിദ്രരെയൊക്കെ കൂടെ ഇരുത്തുന്നതിന് ക്വീനിങ് എന്ന കാലത്ത് പറഞ്ഞിരുന്നു. ഈ ഹാറൂൺ അൽ റഷീദ് ചാർലിമാനിന് ചതുരംഗം പലക സമ്മാനമായിട്ട് കൊടുത്തതായിട്ട് ചരിത്രത്തിലുണ്ട്. ഹാറൂൺ അൽ റഷീദിൻ്റെ മകൻ അൽ അമീൻ 813 AD 813 മയ്യത്തായി. ഈ മകൻ അൽ അമീൻ, ഈ ഹാറൂൺ അൽ റഷീദിൻ്റെ മകൻ അൽ അമീൻ അർദ്ധ സഹോദരൻ അൽ മാമൂൻ ബാഗ്ദാദ് പിടിക്കുമ്പോൾ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബാഗ്ദാദ് പിടിച്ചതായിട്ടുള്ള സന്ദേശം ഈ ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കിട്ടിയത്. ഹാറൂൺ അൽ റഷീദിൻ്റെ മകൻ അൽ അമീന് ഉടൻ പിടിക്കും എന്ന് പറഞ്ഞിട്ടുള്ള സന്ദേശം കിട്ടി. അബ്ബാസിദ് കാലഘട്ടത്തിൽ, അബ്ബാസിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖലീഫമാരുടെ ഒരു പ്രത്യേക ഘട്ടത്തിനെ കുറിക്കുന്നതാണ്. ആ കാലത്ത് അൽ ലജ്ലാജ്, അൽ സുലി തുടങ്ങിയ ചെസ് വിദഗ്ധരുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. ചെസ്സിനെ പറ്റി 2 പുസ്തകങ്ങൾ അവർ എഴുതിയിട്ടുണ്ട് ആ കാലത്ത്, 10ാം നൂറ്റാണ്ടിൽ എന്നും ചരിത്രത്തിലുണ്ട്. ബാഗ്ദാദ് ദർബാറിൽ ചെസ് പ്രസിദ്ധമാണെന്ന് 14ാം നൂറ്റാണ്ടിലെ ചരിത്രകാരൻ അൽ മസൂദി എഴുതിയിട്ടുമുണ്ട്. ഇന്ത്യയിൽ നിന്ന് ഇറാനിൽ ഈ ചെസ് എത്തിയതും അതിൻ്റെ കഥയും ഒക്കെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. സസാനിയർമാർക്ക് കപ്പം കൊടുക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഇറാനിയൻ രാജാവിന് ഈ ഇന്ത്യയിൽ നിന്ന് ഒരു രാജാവ് ചെസ്സ് കളിക്കാരെ അയച്ചു കൊടുത്തു. ചെസ്സ് പ്രചരിപ്പിച്ചിട്ട് ചെസ്സിൽ രാജാവിനെ കുടുക്കിയിട്ട് കഴിഞ്ഞാൽ സസാനിയർക്കാർക്ക് കപ്പം കൊടുക്കേണ്ടി വരില്ല എന്നുള്ളതുകൊണ്ട് ചെസ്സിൽ നന്നായിട്ട് മുക്കുക രാജാവിനെയൊക്കെ. അങ്ങനെ ചെയ്യാന്നുകൊണ്ട് ചെസ്സ് കളിക്കാരെയൊക്കെ കൊടുത്തയച്ചായിട്ടും പറയുന്നുണ്ട്. അറബികളാണ് ഈ പോർച്ചുഗലിലും സ്പെയിനിലുമൊക്കെ, ഈ പോർച്ചുഗലും സ്പെയിനും ഇസ്ലാമിക അധിനിവേശത്തിൽ വന്നു, ഇന്ത്യയൊക്കെ വന്നതുപോലെ. അങ്ങനെ സ്പെയിനും പോർച്ചുഗലിലും കീഴടക്കിയപ്പോഴാണ് അവിടെയും ചെസ് എത്തിയത്. അങ്ങനെയാണ് അറബികളും ഇസ്ലാമും ആണ് ചെസ് പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും പ്രചരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ചരിത്രം. പിന്നെ ഇങ്ങനെ പെട്ടെന്ന് സംഗതി ശരിയാണ്, ഈ ചൂതാട്ടം അങ്ങനെ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മുമ്പേ എനിക്കറിയാം സാർ. പക്ഷേ ഇതിനകത്ത് ഈ ചെസ്സ് എന്ന് പറയുന്നത് ഒരു ബുദ്ധി കൊണ്ട് കളിക്കുന്ന ഒരു കളിയും കൂടെയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബുദ്ധിപരമായ നീക്കമാണ് അതിനകത്ത് എല്ലാം ഉള്ളത്. ചൂതാട്ടം എന്ന് പറയുന്നത് ബുദ്ധിപരമായ നീക്കം നമുക്ക് പറയുന്നത് മദ്രസ പൊട്ടന്മാർക്ക് പറ്റിയ കളിയല്ല എന്നല്ലേ. അതെ, അപ്പം സ്വാഭാവികമായിട്ടും അഫ്ഗാൻ നിരോധിച്ച് അതുകൊണ്ടായിരിക്കും. ഞങ്ങൾക്ക് ബുദ്ധിയൊന്നും ഇല്ലല്ലോ, ഇനി എന്തിനാ അത്രയും കളിക്ക് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കും. കാരണം ഇത് മണിക്കൂറുകളൊക്കെ ഈ ചെസ് ബോർഡിന് മുമ്പ് ചിലവഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള AK-47 കയ്യിലേന്തേണ്ട സമയത്ത് ചെസ് കളിച്ച് സമയം കളയും. അതെ, ക്രിക്കറ്റ് ഒരുപാട് സമയം പോകും. അതുകൊണ്ട് ക്രിക്കറ്റിന് ഇടയ്ക്ക് നിരോധനമൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഇനി അത്തരം കളികൾ വേണ്ട. പിന്നെ മാത്രമല്ല സ്ത്രീകളാണെങ്കിൽ ഈ കായിക ഇനങ്ങളൊന്നും അഭ്യസിക്കാനേ പാടില്ല എന്നുണ്ട്. അപ്പോൾ ഇത് കൂടിക്കൂടി വരുന്നത് താലിബാൻ്റെ ഒരു നിയന്ത്രണം അവിടെ ശക്തമാകുന്നതും വീണ്ടും ഒരു പ്രശ്നത്തിലേക്കല്ലേ സൃഷ്ടിക്കുന്നത്. കാരണം അഫ്ഗാനിലെ കുറേ ജനങ്ങളെങ്കിലും ഇവർക്കെതിരായിട്ട് ഇനി രംഗത്ത് വരില്ലേ. അഫ്ഗാനിസ്ഥാൻ്റെ ഈ താലിബാൻ ഇങ്ങനെയാണ് പെരുമാറുക എന്ന് നമുക്കറിയാമല്ലോ. അതെ, ബാമിയാൻ ബുദ്ധപ്രതിമകളും ഒക്കെ തകർത്ത കൂട്ടരാണ്, വേറെ മതത്തിനൊന്നും അംഗീകരിക്കില്ല. നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാം. പക്ഷെ ചർച്ച ചെയ്യുമ്പോഴും ഒരാശ്വാസം ഈ ഭരണകൂടം ഇന്ത്യയുടെ കൂടെയാണ് എന്നുള്ളതാണ്. പാകിസ്ഥാനെ ഇട്ടടിക്കാനായിട്ട് അയലത്ത്. അപ്പോൾ ആ രാജ്യം ഇങ്ങനെ പല നൂറ്റാണ്ടുകൾ അതപ്പതിച്ച് പിന്നോട്ട് പോകുമ്പോഴും നമ്മുടെ കൂടെ നിൽക്കുവോളം നമുക്ക് ഇത് കണ്ടില്ല എന്ന് ചില സമയത്തൊക്കെ നടിക്കുകയും കണ്ണടക്കുകയും ഒക്കെ ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.